ആലപ്പുഴയിൽ കോഴി താറാവ് വിപണനത്തിന് ഏകപക്ഷീയമായ നിരോധനം ഏർപ്പെടുത്തുന്ന നടപടി അംഗീകരിക്കാനാകില്ല എന്ന് കർഷകർ. നേരത്തെ കള്ളിങ് നടത്തിയതിന്റെ നഷ്ടപരിഹാരം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ല. മന്ത്രി കർഷകരുമായി ചർച്ച നടത്താൻ തയ്യാറാകണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. 2025 വരെ ആലപ്പുഴയിൽ താറാവടക്കമുള്ള പക്ഷി വളർത്തലിന് നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് മൃഗസംരക്ഷണ മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞിരുന്നു. പക്ഷിപ്പനി വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. തലമുറകളായി താറാവ് കൃഷി നടത്തി വന്നിരുന്നവർ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ്. സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ ഒരു യോഗം വിളിച്ചുകൂട്ടാൻ പോലും മന്ത്രി തയ്യാറായില്ലെന്ന് ഇവർ കുറ്റപ്പെടുത്തുന്നു. പലതവണ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രിമാരെ അടക്കം കണ്ടിട്ടും ഒരു അനുകൂല നടപടികളും ഉണ്ടായില്ലെന്നും ഇവർ പറഞ്ഞു. നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ വീട്ടിൽ ഞാനൊന്ന് പോയി ഒരു നിവേദനം എഴുതിയാണ്. ഇത് വായിച്ച് നോക്കിച്ചു പുള്ളി പറഞ്ഞു നല്ല കയ്യക്ഷരം ആരാ എഴുതിയ സെക്രട്ടറി എഴുതിയായിരിക്കും അതേന്ന് പറഞ്ഞു. നിങ്ങൾ ഈ തൊഴിലങ്ങ് നിർത്തുക, ഹാജരയിൽ അടച്ചു പൂട്ടി വെച്ച് നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് നമുക്ക് മുട്ട കിട്ടും, ഇവിടെ താറാവ് കൃഷി വേണ്ട. ഞാൻ പറഞ്ഞു സാറേ ഇതുകൊണ്ട് അനേകായിരങ്ങൾ ജീവിക്കുന്നതാണ്. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ കൂട്ടത്തോടെ കൊല്ലുന്ന നടപടികളല്ല വേണ്ടതെന്നും അതിനെ നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടതെന്നും ഇവർ ആവശ്യപ്പെടുന്നു. വർഷങ്ങളായി ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ പക്ഷിപ്പണി തുടരുമ്പോഴും രോഗം പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഒരുക്കാൻ പോലും സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. നേരിട്ടും അല്ലാതെയും തങ്ങളുടെ താറാവ് കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആയിരക്കണക്കിന് പേരെയാണ് സർക്കാർ ഈ തീരുമാനത്തിലൂടെ പട്ടിണിയിലേക്ക് തള്ളിവിട്ടതെന്ന് ഇവർ കുറ്റപ്പെടുത്തി. 300-350 പേരോളം ഇപ്പം ഞങ്ങളുടെ യൂണിയനിൽ രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. അതുകൂടാതെ അതിൽ കൂടുതൽ ആൾക്കാർ പുറത്തുണ്ട്. ഈ യൂണിയനിൽ കൂടാതെ നിൽക്കുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഈ തൊഴിൽ ചെയ്തില്ലെങ്കിൽ മുന്നോട്ട് ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ഈ തൊഴിൽ ചെയ്യുമ്പോൾ ഞങ്ങളെ കൊണ്ട് പല കുടുംബങ്ങളും ജീവിച്ചു വന്നത്. എൻ്റെ കൂടെ തന്നെ ഒരു 8-9 ആൾക്കാർ പണിക്ക് നിൽപ്പുണ്ട്. അങ്ങനെ ഓരോ ആൾക്കാരുടെ കൂട്ടത്തിലും നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ഹാച്ചറിയിൽ മുട്ട വയ്ക്കേണ്ട, കുഞ്ഞ് വിരിയിക്കേണ്ട എന്നാണ് പറയുന്നത്. ഈ ഹാച്ചറിയിൽ മുട്ട വെക്കാതെയും കുഞ്ഞ് വിരിയാതെയും വന്നാൽ ഈ തൊഴിൽ മുന്നോട്ട് പോകത്തില്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വലിയ കോഴി കർഷകരുടെ ഇടപെടലും താറാവ് കർഷകർ ഈ തീരുമാനത്തിന് പിന്നിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. സർക്കാർ തീരുമാനം പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം അനിശ്ചിതകാല സമരം നടത്താനാണ് ഇവരുടെ തീരുമാനം. അമൃത ന്യൂസ്, ആലപ്പുഴ.